Welcome back to my YouTube channel. I hope you all are doing well. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് പേര് ക്ലിനിക്കൽ പോസ്റ്റിംഗ് റിലേറ്റഡ് വീഡിയോസ് ചെയ്യാമെന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇസ് അബൌട്ട് ക്ലിനിക്കൽ പോസ്റ്റിംഗ്. ഫസ്റ്റ് ഞാൻ വേറൊരു കാര്യം പറയാം. എന്നോട് കുറേ പേര് ഞാൻ പഠിക്കുന്ന കോളേജിൻ്റെ പേര് ചോദിച്ചായിരുന്നു. ഞാൻ പഠിക്കുന്നത് ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് കൊല്ലം. ഞാനിപ്പോൾ സെക്കൻഡ് സെമസ്റ്റർ BSc നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണ്. ഇപ്പോൾ ഞങ്ങളുടെ സെമസ്റ്റർ എക്സാം നടക്കാൻ പോവുകയാണ്. ഇപ്പോൾ മോഡൽ നടക്കുകയാണ്. നമുക്ക് ഒക്ടോബർ 14 ആകുമ്പോൾ സെമസ്റ്റർ എക്സാം ആണ്. അതിന് കൺസിസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു മെയിൻ റീസൺ എക്സാംസ് ആണ്. ക്ലിനിക്കൽ പോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്. നമ്മൾ കുറേ കേസസിനെ പറ്റി പഠിക്കുന്നത് ക്ലിനിക്കൽ പോസ്റ്റിങ്ങിന് ചെന്നിട്ടാണ്. ക്ലിനിക്കൽ പോസ്റ്റിങ്ങിനെ പറ്റി പറയാനാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്. അത് ഈ ഒരു വീഡിയോയിലൊന്നും നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ട ഫസ്റ്റ് സെമസ്റ്റർ ക്ലിനിക്കൽ പോസ്റ്റിംഗ് എങ്ങനെയാണ്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെന്നൊക്കെ അല്ലേ. അപ്പോൾ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ടായിട്ട് ഉടനെ തന്നെ നമ്മൾ ക്ലിനിക്കൽ പോസ്റ്റിങ്ങിന് പോകത്തില്ല. കുറച്ച് 2 മാസമെങ്കിലും എടുക്കും. ഞങ്ങൾ കഴിഞ്ഞ വർഷം 2023 ഞങ്ങളുടെ ക്ലാസ് തുടങ്ങിയത്. ഞങ്ങൾ ക്ലിനിക്കൽ പോസ്റ്റിങ്ങിന് പോയത് 2024 ജാനുവരി 23 അങ്ങനെ എന്തോ ആയപ്പോഴാണ് ഞങ്ങൾ പോയത്. കാരണം നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുള്ളൂ. നമ്മൾ ഈ വാർഡിൽ പോയി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്കിൽ ലാബിൽ, നമ്മുടെ കോളേജിൽ സ്കിൽ ലാബ് എന്ന് പറഞ്ഞ ലാബുണ്ട്. ആ ലാബിൽ നമ്മളെ ചെയ്ത് പഠിപ്പിച്ച് ആദ്യം നമുക്ക് ഫാക്കൽറ്റി നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തരും. അത് കഴിഞ്ഞ് നമ്മൾ റിട്ടേൺ ഡെമോൺസ്ട്രേഷൻ ചെയ്യണം. ഇതൊക്കെ കഴിഞ്ഞിട്ടേ നമ്മളെ വാർഡിലോട്ട് കൊണ്ടുപോകത്തുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറ്റി പറയാം. പിന്നെ ഞങ്ങൾ ഫസ്റ്റ് സെമസ്റ്റർ ആയിരുന്നപ്പോൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന്. അപ്പോൾ നമ്മുടെ മെയിൻ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ ക്ലിനിക്കൽ പോസ്റ്റിന് ചെന്നിട്ട് ബെഡ് മേക്കിംഗ്, വൈറ്റൽ സയൻസ്, ഹിസ്റ്ററി ടേക്കിംഗ്, പിന്നെ ഫോൾ റിസ്ക് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇത്രയാണ് നമ്മളുടെ മെയിൻ ഡ്യൂട്ടീസ്. പിന്നെ ഫസ്റ്റ് സെമസ്റ്റർ ക്ലിനിക്കൽ പോസ്റ്റിങ്ങിൻ്റെ ഒരു മെയിൻ എയിം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഫസ്റ്റ് സെമസ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ ഒരു മെയിൻ എയിം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പേഷ്യൻസുമായിട്ട് സംസാരിച്ച്, ബൈസ്റ്റാൻഡേഴ്സൊക്കെ ആയിട്ട് സംസാരിച്ച് നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, അതാണ് മെയിൻ എയിം. പിന്നെ ഈ ചെറിയ ചെറിയ ജോലി അത്രയൊക്കെ നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൽ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഈ ബെഡ് മേക്കിംഗ് എന്നൊക്കെ പറയുന്നത് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കണക്കൊന്നുമല്ല. അതിന് ഓരോ പ്രൊസീജിയേഴ്സ്, ഓരോ സ്റ്റെപ്പുകളൊക്കെ ഇല്ലേ, അതൊക്കെ നമ്മളെ ആദ്യം നമ്മുടെ കോളേജിൽ നമ്മുടെ ഫാക്കൽറ്റീസ് നമ്മളെ പഠിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ ചെയ്യുന്നത്. പിന്നെ വൈറ്റൽ സയൻസിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് ടെമ്പറേച്ചർ എടുക്കും, പൾസ് എടുക്കും, റെസ്പിറേഷൻ എടുക്കും, BP എടുക്കും. ഈ ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ, TPR അത് വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് പഠിക്കാനും ചെയ്യാനൊക്കെ പറ്റും. കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഫസ്റ്റ് സെമസ്റ്ററിൽ തോന്നുന്നത് BP ആയിരിക്കും. കാരണം BP ചെയ്യാൻ കുറച്ച് നമ്മൾ ചെയ്ത് പ്രാക്ടീസ് വരുമ്പോഴേ ശരിയാവത്തുള്ളൂ. പിന്നെ BP, പിന്നെ മെയിൻ നമ്മുടെ ഫസ്റ്റ് സെമസ്റ്ററിൽ മെയിൻ അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഹിസ്റ്ററി ടേക്കിംഗ് ആണ്. നമ്മൾ ഓരോ ആഴ്ചയും ഓരോ പേഷ്യൻ്റെ ഹിസ്റ്ററി വെച്ച് വെക്കേണ്ടി വരും. പിന്നെ ക്ലിനിക്കൽ പ്രസൻറ്റേഷനും ഉണ്ട്. നമ്മളൊരു നമുക്ക് ഓരോ പേഷ്യൻ്റ് അസൈൻ ചെയ്തെടുക്കുമല്ലോ. അപ്പോൾ ആ പേഷ്യൻ്റെ ഹിസ്റ്ററി നമ്മൾ നമ്മുടെ ടീച്ചേഴ്സിനോട് അപ്പോൾ തന്നെ പ്രസൻറ്റ് ചെയ്യേണ്ടി വരും. അതൊക്കെയാണ് ഹിസ്റ്ററി ടേക്കിംഗ്. പിന്നെ ഹിസ്റ്ററി ടേക്കിങ്ങിന് ഒരു ഫോർമാറ്റ് ഉണ്ട്. കാരണം അവർ ഐഡൻറ്റിഫിക്കേഷൻ ഡേറ്റ തൊട്ട് തുടങ്ങും. ഐഡൻറ്റിഫിക്കേഷൻ ഡേറ്റ, അവരുടെ ചീഫ് കംപ്ലയിൻസ്, പ്രസൻറ്റ് ഹിസ്റ്ററി ഓഫ് ഇൽനസ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കും. ഇതിനൊരു ഫോർമാറ്റ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ വെച്ച് നമ്മളെ പഠിപ്പിക്കും. പിന്നെ നമുക്ക് നമ്മുടെ മെയിൻ പണി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സെമസ്റ്ററിൽ ഓരോ ആഴ്ച അസൈൻമെൻറ്റ് എഴുതി സബ്മിറ്റ് ചെയ്യുക. ഇത് തന്നെയാണ് നമ്മുടെ മെയിൻ പണി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഫോൾ റിസ്ക് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടെന്ന്. അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വയ്യാത്ത പേഷ്യൻസിൻ്റെയൊക്കെ അവർ ബെഡിൽ നിന്ന് വീഴാനുള്ള ചാൻസ് എത്രയുണ്ട് അത് നോക്കുന്നത്. അതൊരു ടേബിളാണ്. ആ ടേബിൾ നമുക്ക് സ്കോർ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ സ്കോറൊക്കെ എഴുതിയിട്ട് ലാസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് പേഷ്യൻ്റെ സ്കോർ വെച്ച് നമുക്ക് പേഷ്യൻ്റ് ഹൈ റിസ്ക് ആണോ, മോഡറേറ്റ് റിസ്ക് ആണോ, ലോ റിസ്ക് ആണോ, അങ്ങനെയൊക്കെ കാറ്റഗറൈസ് ചെയ്യുന്നതാണ് നമ്മുടെ ഫോൾ റിസ്ക് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് നമ്മുടെ അസൈൻമെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരും. ഇത്രയൊക്കെയാണ് നമ്മുടെ ക്ലിനിക്കൽ പോസ്റ്റിങ്ങിൽ നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൽ ചെയ്യുന്നത്. ക്ലിനിക്കൽ പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കുറേ നോളജ് കിട്ടും. കാരണം നമ്മളൊരു കേസ് കൂടുതൽ പഠിക്കുന്ന അവിടെ വെച്ചാണ് നമ്മുടെ പേഷ്യൻ്റെ കേസ് ഷീറ്റൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ അതൊക്കെ വായിച്ചും നമുക്ക് ഡൗട്ടുള്ളത് നമ്മുടെ ടീച്ചേഴ്സിനോട് ചോദിച്ചും, ടീച്ചേഴ്സ് മാത്രമല്ല നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ കുറേ പേരുണ്ട്. നമ്മൾ സീനിയേഴ്സ് കാണും, അവിടുത്തെ തന്നെ സ്റ്റാഫ് നഴ്സ് കാണും, പിന്നെ റൗണ്ട്സിന് വരുന്ന ഡോക്ടേഴ്സ് കാണും, അല്ലാത്ത ഹൗസ് സർജൻസ് കാണും, അങ്ങനെ കുറേ പേരുണ്ട്. അപ്പോൾ നമുക്ക് സോഴ്സസ് കുറേയാണ്. കാരണം നമുക്ക് ആരോട് വേണമെങ്കിലും നമ്മുടെ ഡൗട്ട്സ് ചോദിക്കാം, അത് ക്ലാരിഫൈ ചെയ്യാം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ അറിയണമെന്നുള്ളവർക്ക് ക്ലിനിക്കൽ പോസ്റ്റിംഗ് ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. അത് നന്നായിട്ട് ഉപയോഗിക്കുന്നവർക്ക് നല്ല യൂസ് ഉണ്ടാവും. പിന്നെ നമ്മൾ ക്ലിനിക്കൽ പോസ്റ്റിംഗ് തീരാറാകുമ്പോഴത്തേക്കിനും നമുക്ക് പ്രാക്ടിക്കൽ എക്സാമുകളൊക്കെ കാണും. ഇനി ക്ലിനിക്കൽ പോസ്റ്റിങ്ങിനെ പറ്റി നമ്മൾ ഒട്ടും വെറീഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ അവിടെ ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് സെമസ്റ്റർ ആയതുകൊണ്ട് തന്നെ നമ്മളവിടെ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നമ്മളെ കൊണ്ട് കുറേ വട്ടം ചെയ്യിപ്പിച്ചിട്ടേ വാർഡിൽ കൊണ്ടുപോയി ചെയ്യിപ്പിക്കത്തുള്ളൂ. കാരണം നമുക്കൊന്നും അറിയത്തില്ലല്ലോ.
അപ്പോൾ ആ ഒരു ഇതുണ്ട് ഫസ്റ്റ് സെമസ്റ്ററിൽ. അങ്ങോട്ട് പോകുന്ന സെമസ്റ്ററിൽ പ്രൊസീജിയേഴ്സ് കൂടി വരും. പക്ഷെ ഫസ്റ്റ് സെമസ്റ്ററിൽ കുറച്ചും കൂടെ എളുപ്പമാണ്, നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാം, കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ട് പോകുന്നൊരു സമയമാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇപ്പോൾ ടെൻഷൻ കാണും. ഞാനും ഇങ്ങനെ കോളേജിൽ കയറാൻ പോകുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ക്ലിനിക്കൽ പോസ്റ്റിംഗ്, പേഷ്യൻറ്റ്, ബൈസ്റ്റാൻഡേഴ്സ്, ഡോക്ടേഴ്സ്, അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷെ അങ്ങനെ പേടിക്കേണ്ട കാര്യങ്ങളൊന്നും ഫസ്റ്റ് സെമസ്റ്ററിൽ എന്തായാലും വരുന്നില്ല. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചേക്കുക. എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോസിൽ തന്നെ ഓൾമോസ്റ്റ് ഞാൻ ചോദിച്ച എല്ലാ ഡൗട്ട്സും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ തന്നിട്ടുണ്ട്. ഇനി ഞാൻ പറ്റുന്ന പോലെയൊക്കെ റിപ്ലൈ തരാൻ ശ്രമിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ എക്സാമിൻ്റെ ഒക്കെ ഒരു ടൈം ആയതുകൊണ്ട് വീഡിയോസ് ഇടാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഞാൻ ട്രൈ ചെയ്യും. അപ്പോൾ നിങ്ങളൊക്കെ ഇപ്പോൾ കോളേജിൽ പോകാൻ റെഡി ആയിട്ടിരിക്കുന്ന കുട്ടികളാണല്ലോ. അപ്പോൾ എല്ലാവരും കോളേജിലൊക്കെ പോയി അടിച്ചു പൊളിക്കുക. ഒന്നിനെ പറ്റി ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം എൻ്റെ ഒരു അറിവിൽ ഈ ഫസ്റ്റ് സെമസ്റ്ററും സെക്കൻഡ് സെമസ്റ്ററും ആണ് ആകെ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സമയം. ഫസ്റ്റ് സെമസ്റ്ററിനെക്കാട്ടി കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റിയ സെക്കൻഡ് സെമസ്റ്ററാണ് കേട്ടോ. ഫസ്റ്റ് സെമസ്റ്ററിൽ കുറച്ചും കൂടി പഠിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും റിലാക്സ്ഡ് ആയിട്ട് കോളേജിൽ വരിക, പഠിക്കുക, എൻജോയ് ചെയ്യുക, എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാം. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ടാറ്റാ.